നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. ചേലക്കര പങ്ങാരപ്പള്ളി സെന്റ് ജോസഫ് പള്ളിയിൽ ഇടവക ദിനാചരണം നടന്നു. പള്ളിയിലെ ഭക്തസംഘടനകളുടെയും കുടുംബ യൂണിറ്റുകളുടെയും വാർഷികാഘോഷവും സംഘടിപ്പിച്ചു. അനുമോൾ അലക്സിന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ ഗാനത്തോടു കൂടിയാണ് ചേലക്കര പങ്ങാരപ്പള്ളി സെന്റ് ജോസഫ് പള്ളി ഇടവക ദിനവും ഭക്തസംഘടനകളുടെയും കുടുംബ യൂണിറ്റുകളുടെയും വാർഷികാഘോഷവും ആരംഭിച്ചത്. മുൻ വികാരി ഫാദർ ജോൺ പാവർട്ടിക്കാരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പലപ്പോഴും നമ്മുടെ ഇടവകയിൽ നടക്കുന്ന നല്ല കാര്യങ്ങളുടെ ഫോട്ടോസും വീഡിയോസും മറ്റുമൊക്കെ എനിക്ക് ലഭിക്കാറുണ്ട്. അതിലൊക്കെ ഏറെ സന്തോഷം തോന്നാറുണ്ട്. അച്ഛനോട് ചേർന്ന് ഇടവക സമൂഹം സ്നേഹത്തിലെ കൂട്ടായ്മയിൽ ഒരുമിച്ച് മുന്നേറുന്നതിൽ ഏറെ സന്തോഷവും സ്നേഹവുമൊക്കെ നിങ്ങളോടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. തുടർന്നും ഈ സ്നേഹത്തിലും കൂട്ടായ്മയിലും എന്നും ഒരുമിച്ച് മുന്നേറുവാൻ വികാരിച്ചോട് ചേർന്ന് എല്ലാ നല്ല പ്രവർത്തനങ്ങളോടും ഒരുമിച്ച് നിൽക്കുവാൻ ഇപ്പം തന്നെ അച്ഛൻ മുന്നേറ്റം പറയുകയായിരുന്നു. തിരുനാളിൻ്റെ ആവശ്യത്തിലേക്ക് എല്ലാവരും വളരെ ഔദാര്യപൂർവ്വം തന്നെ സഹകരിച്ചു. വളരെ സാമ്പത്തികമായിട്ടും മറ്റുമൊക്കെ ഒത്തിരിയേറെ പേര് ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു എന്നൊക്കെ. ഈ സ്നേഹവും കൂട്ടായ്മയും ഐക്യവും സന്തോഷവും ഒക്കെ തുടർന്നും നിലനിൽക്കട്ടെ എന്ന ഈ അവസരത്തിൽ ഏറെ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും. ഫൊറോന വികാരി ഫാദർ ജോൺസൺ ഒലക്കെങ്കിൽ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ഇടവകയുടെ വളർച്ചയ്ക്ക്, നമ്മുടെ ഇടവകയുടെ കൂട്ടായ പ്രവർത്തനത്തിന്, നമ്മുടെ പരസ്പര ബന്ധം വർദ്ധിപ്പിക്കുന്നതിന് ഇത്തരം കൂട്ടായ്മകളും ഇത്തരം കലാപരിപാടികളും എന്നെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ കലാപരിപാടികൾക്ക് അതിന് പ്രത്യേകമായ ഒരു ലക്ഷ്യമുണ്ട്. നമ്മൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും മറ്റ് മത്സരങ്ങളൊക്കെ വിശ്വാസ പരിശീലനത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. വിശ്വാസ പരിശീലനത്തിലൂടെ നേടിയ വിശ്വാസ സ്ഥിരതയും വിശ്വാസവും മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ കഴിവുകളും കലാവൈഭവങ്ങളും ഉപയോഗിക്കുന്ന വഴി നമ്മുടെ മിഷനറി പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുക. ഓരോ ക്രൈസ്തവനും ഓരോ മിഷനറിയാണെന്നാണ് വത്തിക്കാൻ സുനോദോസ് പറയുക. നമുക്ക് കിട്ടിയ വിശ്വാസം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാൻ നമുക്ക് ഗൗരവമായ ഉത്തരവാദിത്വമുണ്ട്. അത് നമ്മൾ ലഭിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ പിന്തുടരുന്ന, നമ്മൾ പരിപാലിക്കുന്ന ആ വിശ്വാസം വലുതാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ അത് ആ വലിയ ബോധ്യത്തിലേക്ക് മറ്റുള്ളവരെയും കടന്നു വരാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കും. പ്രതിനിധി യോഗം സെക്രട്ടറി അഗസ്റ്റിൻ എടക്കാട്ടിൽ റിപ്പോർട്ട് അവതരണം നടത്തി. ആശ്രമം സുപ്പീരിയർ ഫാദർ ടെനി പാറയ്ക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. വികാരി ഫാദർ സിജോ ചെറുവത്തൂർ, EI ബിനോയ്, തിരുനാൾ കമ്മിറ്റി ഫിനാൻസ് കൺവീനർ PA അച്ഛൻ കുഞ്ഞ്, സ്റ്റേജ് പ്രോഗ്രാം കൺവീനർ സിസ്റ്റർ ലിൻസി പോൾ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. 3-4 വർഷമായിട്ട് കൊറോണയും മറ്റുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മളുടെ ഇടവകയിലെ കുടുംബ യൂണിറ്റുകളുടെയും ഭക്തസംഘങ്ങളുടെയും മറ്റും വാർഷികാഘോഷങ്ങൾ നമുക്ക് നടത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ കുഞ്ഞുമക്കളുടെ കലാവിരുന്നുകൾ നമ്മൾക്ക് പൊതുവിൽ അവതരിപ്പിക്കുന്നതിനും അവർക്ക് ഒരു പ്രോത്സാഹനം നൽകുന്നതിനും സാധിക്കാത്തൊരു അവസരത്തിൽ കൂടിയാണ് നമ്മൾ 2-3 വർഷമായി കൊറോണ കാലങ്ങളിൽ കടന്നുപോയിട്ടുള്ളത്. അതിലുള്ള ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ഇപ്പോൾ നമ്മളുടെ കുഞ്ഞുമക്കൾക്ക് അവരുടേതായ കലാവിരുന്നുകളും അതുപോലെ തന്നെ അമ്മമാർക്കും എല്ലാവർക്കും അവതരിപ്പിക്കുന്നതിനുള്ളൊരു അവസരം നമ്മൾ ഈ വാർഷികത്തോടുകൂടി ഒരുക്കിയിരിക്കുകയാണ്. അതിന് പ്രത്യേകമായി മുൻപന്തുകൊണ്ട് തന്നെ വേണ്ട കാര്യം പ്രോത്സാഹനം ചെയ്ത നമ്മുടെ വികാരിയച്ഛനെ ഈ അവസരത്തിൽ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുപോലെ നമുക്ക് കഴിഞ്ഞ 3 വർഷക്കാലം നമ്മുടെ ഇടവകയെ ഒന്നായി കണ്ടുകൊണ്ട് എല്ലാവരുടെയും ക്ഷേമങ്ങൾക്കും ഒരേ രീതി തൂക്കം നൽകിക്കൊണ്ട് പ്രവർത്തിച്ചിരുന്ന നമ്മുടെ മുൻ വികാരിയച്ഛനെ പ്രത്യേകമായി ഈ അവസരത്തിൽ ഞാൻ അനുമോദിക്കുകയാണ്. 27 വർഷത്തെ സേവനത്തിന് ദേവാലയ ശുശ്രൂഷി EI ബിനോയ്ക്ക് ചടങ്ങിൽ വെച്ച് ആദരവ് നൽകി. ഇടവകയുടെ ഒരു സ്നേഹോപഹാരം അർപ്പിക്കുവാനായി ബിനോ ഫിലിപ്പിനെ ക്ഷണിക്കുന്നു. ഞങ്ങളുടെ
സ്നേഹം വെറുതെ കയ്യടി മാത്രമല്ല എന്ന് തെളിയിക്കാനായി സോണിയെ ചെറിയൊരു ക്യാഷ് അവാർഡ് നൽകാനായിട്ട് ക്ഷണിക്കുന്നു. മറ്റുള്ള അച്ഛന്മാരും തുടർന്ന് പാപ്പാഗാനം ഉൾപ്പെടെ വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറി. ചേട്ടന്മാരെ ചേച്ചിമാരെ കുട്ടികളെ കൂട്ടുകാരെ നാടോടി പാട്ടുപാടി വന്നേ ഞാൻ യേശുവിൻ കഥകൾ ചൊല്ലാൻ വന്നേ. അന്ധനും ബധിരനും മുടന്തുള്ളവരും കയ്യും കാലും തളർന്നവരും കുഷ്ഠരോഗിയും യേശുവിൻ വചനം കേട്ടിടുകയിൽ മറത്ത രോഗവും മാറിപ്പോകുമേ. പാപമ പെണ്ണിന് രക്തസ്രാവം തീരാത്ത രോഗവും ദുരിതങ്ങളും കാലമേറെയായിട്ടും തീരാത്ത വ്യാധിയുമായി ഇന്നവൾ ഒരു നാൾ യേശുവിൻ തൊട്ടേ. Oppan Gangnam Style. യോശുവയും കൂട്ടുകാരും ഏഴു കാഹളങ്ങൾ കയ്യിലേന്തിയും യോശുവയും കൂട്ടുകാരും ഏഴു കാഹളങ്ങൾ കയ്യിലേന്തിയും
റൈറ്റ് ന്യൂസ് ചേലക്കര.